ശ്രീവർദ്ധനന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ ഞാൻ ചെയ്യുകയുണ്ടായ ഒരു വീഡിയോ ദോഷങ്ങളുടെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. അപ്പം അത്തരത്തിലൊരു വീഡിയോ ചെയ്തപ്പോൾ കൂടുതൽ ആൾക്കാർ വാട്സപ്പിൽ വന്ന് നേരിട്ട് വന്ന് ചോദിക്കുകയുണ്ടായി, കുറച്ചുകൂടെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാമോ, എന്താണ് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ പല കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ എന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ചോദിക്കുകയുണ്ടായി. അപ്പം കുറച്ചുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ട് അതിന്റെ കുറച്ചുകൂടെ വിശദമായ രീതിയിലേക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. കാരണം നമ്മൾ എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. ഒരാളെ നശിപ്പിക്കാൻ തക്ക രീതിയിൽ മോശമായ ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാര് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉണ്ട് താനും. പക്ഷെ നിങ്ങളുടെ ധാരണകൾ എങ്ങനെയാണ്, ഇത് ശരിക്കും എന്തൊക്കെയാണ് ഇതിനകത്ത് കുറച്ചധികം ക്ലാരിറ്റി ഇനിയും ലഭിക്കാനുണ്ട്. അപ്പൊ ഇതെന്റെ ആത്മാവിന്റെ യാത്രയിലൂടെ ചുറ്റുമുള്ള എന്റെ നിരീക്ഷണങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാർ അറിയാതെ പോകുന്ന ഒരു വലിയൊരു സത്യമുണ്ട്. താൻ ചെയ്യുന്ന കർമ്മം എന്താണോ, ഒരാളെ വേദനിപ്പിക്കുന്നതാണോ, ഒരാളുടെ പരമ്പരയെ ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണോ എങ്കിൽ തന്റെ 7 തലമുറയിലേക്ക് അതേ രീതിയിൽ തന്നെ അത് വ്യാപിക്കും എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. അപ്പോ അത്തരത്തിൽ വ്യാപിക്കുന്നതാണെങ്കിൽ കൂടിയും ഒരാളുടെ ജീവിതം താറുമാറാക്കുന്ന രീതിയിൽ നമ്മൾ ഒരു കർമ്മം ചെയ്ത് ആ വ്യക്തി അത്രത്തോളം നശിച്ചു പോവുകയും ഫിസിക്കൽ ബോഡി ഉൾപ്പെടെ മോശമാവുകയും ചെയ്തതിനു ശേഷം ചെയ്തയാൾ അതിന്റെ പരിണിതഫലം അനുഭവിക്കുമ്പോൾ രണ്ടു കൂട്ടരും അതിന്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പങ്കിടുന്ന വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാം, ഒരു റിലേഷൻഷിപ്പിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു റിലേഷൻഷിപ്പിലാവുന്നു. ആ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ വേണ്ടി അല്ലെങ്കിൽ വേർവിട്ട് വരാൻ വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു കർമ്മം, ആ മാതാപിതാക്കൾ ചെയ്യുന്ന കർമ്മം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ആൺകുട്ടിയുടെ ജീവിതവും ഈ പെൺകുട്ടിയുടെ ജീവിതവും നശിക്കപ്പെട്ടു പോകാനുള്ള സാഹചര്യം ഒരുപാട് വലുതാണ്. ഇവര് ഭാവിയിൽ മറ്റൊരു വിവാഹം കഴിച്ച് പോകുന്ന അവസ്ഥയിൽ കൂടിയും ഇത് അവരെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ റിയാലിറ്റി. അപ്പം ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന കുടുംബങ്ങളിലുള്ള പെൺകുട്ടികൾ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇത് കൂടുതലും സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്ത്രീകളാണ് അവരുടെ വിശ്വാസത്തിന്റെ പുറത്ത് പലയിടത്തും പോവുകയും പല കാര്യങ്ങൾ ചെയ്യുകയും ഭക്ഷണത്തിലൂടെയും മറ്റുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ പ്രധാന പങ്ക് വഹിക്കുന്ന സ്ത്രീകളാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ചെയ്യുന്ന സ്ത്രീകൾ തന്നെ ഒരു പ്രായം എത്തുമ്പോൾ തന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നത് കാണുന്നുണ്ട്. തന്റെ ഫിസിക്കൽ ബോഡി ഒരുപാട് നാശമായി പല അസുഖങ്ങൾക്കും അടിമപ്പെട്ട് അവർക്ക് അവരെ തന്നെ മനസ്സിലാക്കാൻ കഴിയാതെ ഒരു ഡോക്ടർ അടുത്ത് പോയി കഴിഞ്ഞാൽ അസുഖം എന്താണെന്ന് ആ ഡോക്ടർക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവരുടെ ഫിസിക്കൽ ബോഡി പോകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതിന്റെ പരിണിത ഫലം എന്താണ് ശരിക്കും ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാൺകുട്ടി ആ കുട്ടിയുടെ ഭാര്യ അല്ലെങ്കിൽ അവർ ഡിവോഴ്സ് ആകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് ഇവര് തമ്മിൽ നിരന്തരം കലഹങ്ങൾ ഉണ്ടാവുകയും ഇവര് ഡിവോഴ്സ് ആയി പോകുന്നുമില്ല. പക്ഷെ ഇവർക്ക് കുട്ടികൾ ജനിക്കാതിരിക്കുക, ഇങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ക്ഷുദ്രകർമ്മങ്ങൾ നിങ്ങളെ കൊണ്ട് നിർത്തിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന പലരും അത്തരത്തിൽ പല കാര്യങ്ങളിൽ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ശക്തികളുണ്ട്. ആ ശക്തികളുമായിട്ട് അടുക്കാൻ ശ്രമിക്കുക. മെഡിറ്റേഷനിലൂടെ നിങ്ങൾ അത്തരം ശക്തികളിലേക്ക് അടുക്കുക. അപ്പൊ അത്തരം ശക്തികൾ നിങ്ങൾ പോലും അറിയാതെ പ്രൊട്ടക്ട് ചെയ്യും. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള കർമ്മങ്ങളുടെ ഫലങ്ങൾ അവര് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാക്കുകയും നിങ്ങളുടെ ഓറയെ ക്ലെൻസ് ചെയ്യുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ നല്ല കാര്യങ്ങൾ കണക്ട് ചെയ്ത് വരികയും ചെയ്യും. അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലത്തെ ഓർത്ത് നിങ്ങൾ വേദനിച്ച് സമയം കളയാതെ ഇത്തരത്തിലുള്ള തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ യൂണിവേഴ്സുമായിട്ട് ഈ പ്രപഞ്ചവുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി എന്ത് തന്നെ ആയിക്കോട്ടെ ആ ശക്തിയുമായിട്ട് കൂടുതൽ അലൈൻഡ് ആവുക. അത്തരത്തിൽ അലൈൻഡ് ആവുന്ന സമയത്ത്
നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ആരാണോ എന്താണോ ചെയ്തത് അവർക്ക് തന്നെ അത് തിരിഞ്ഞേൽക്കുകയും പിന്നീട് അവർക്ക് ചെയ്തു തന്ന ആൾക്ക് പോലും രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോക നിയമമാണ്. ഞാൻ മൂലം ഒരാൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 100 ഇരട്ടി വേദന ഞാൻ ഏറ്റുവാങ്ങിയേ പറ്റൂ. ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തിക്കും എന്നെ അതിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അതേപോലെ തന്നെ ആർക്ക് വേണ്ടി മോശമായ ഒരു കർമ്മം ചെയ്യുന്നു, വീണ്ടും ആ വ്യക്തിക്ക് പോലും ഇപ്പൊ എനിക്ക് വേണ്ടി ഒരാൾ ചെയ്തു, ഞാൻ ഇന്നയാളുടെ അടുത്ത് ചെന്നു, എനിക്ക് വേണ്ടി ചെയ്ത ആളുടെ അടുത്ത് ചെന്നെങ്കിൽ പോലും ആ വ്യക്തിക്ക് പോലും എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചെയ്ത കാര്യങ്ങളൊന്നും തിരിച്ചെടുക്കാൻ സാധിക്കുന്നവയല്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കെ അത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് പുറകെ പോകാതെ നിങ്ങളുടെ ചുറ്റുമുള്ള പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ കണക്ട് ചെയ്ത് എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കുന്നവരായിട്ട് മാറുക. ഒരാൾക്ക് വേണ്ടി നമ്മൾ മോശമായ ഒരു കാര്യം ചെയ്തു, ആ വ്യക്തിയുടെ സമയം മോശമായതുകൊണ്ട് അത് ഏൽക്കുന്നു. അത് എത്രത്തോളം വലിയൊരു പാപമാണ് അല്ലെ? ആ വ്യക്തി അടിമുടി അത് തകർത്ത് കളയുകയാണ്. അസുഖങ്ങൾ വരാം, നിരന്തരം ആക്സിഡന്റുകൾ വരാം, അല്ലെങ്കിൽ കാരണമൊന്നുമില്ലാതെ സാമ്പത്തികമായ നഷ്ടങ്ങൾ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് വലിയ വലിയ നഷ്ടങ്ങൾ നിങ്ങൾ കാരണം മറ്റൊരു വ്യക്തിക്ക് ഏൽക്കേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറ അനുഭവിക്കാൻ പോകുന്നത് അതിന്റെ ഇരട്ടി ദുഃഖമായിരിക്കും. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരാളുടെ വായിൽ നിന്ന് കേൾക്കുകയുണ്ടായി ഒരു വാക്ക്. അതായത് എനിക്ക് വേണ്ടി ഇന്ന വ്യക്തി പല കാര്യങ്ങളും ചെയ്യുകയും പല കാര്യങ്ങളും മോശമായി പലരോടും പറയുകയും ചെയ്യുന്നു. ആ വ്യക്തി അവർക്കോ അവരുടെ മക്കൾക്കോ യാതൊരു ദോഷവുമില്ല. എടുത്തടിച്ചുകൊണ്ട് ആ വ്യക്തി പറഞ്ഞു അവരുടെ മക്കൾ അനുഭവിച്ചില്ലെങ്കിലും കൊച്ചുമക്കളെങ്കിലും അനുഭവിക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ തലമുറകൾക്ക് ശാപം വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം നമുക്കുണ്ടോ? ഇല്ല. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കൈമാറാം. ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കൈമാറാനായിട്ട് അല്ലെ? അത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കൈമാറിയിട്ട് നല്ല പേരോടുകൂടി നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ സാധിക്കണം. നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെയും ദ്രോഹിക്കാതെ മാക്സിമം നിങ്ങൾ കടന്നു പോകണം. അതുകൊണ്ട് തന്നെ ഇതിനടിമപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ദോഷങ്ങളിൽ പെട്ടുപോകുന്ന ആൾക്കാര് അവർക്കൊരു ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നില്ല. അവർ ചെന്ന് പെടുന്ന സ്ഥലങ്ങൾ, ഇപ്പൊ ഒരു മുതലാളിയുടെ അടുത്ത് ജോലി ചെയ്യാൻ ചെന്നു, അവിടെ അവർക്ക് വ്യക്തമായ കൂലി കിട്ടുന്നില്ല. അതായത് ഇവർക്ക് പൈസ കൊടുക്കണമെന്ന് മുതലാളിക്ക് തോന്നുന്നില്ല. അഥവാ കൊടുത്താൽ തന്നെ ഇപ്പൊ 10,000 കിട്ടുന്നിടത്ത് 5,000 കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്തരത്തിലുള്ള മുതലാളിമാർ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു സത്യമുണ്ട്. കാരണം പണം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് അനുഗ്രഹത്തോടു കൂടി ആ ഒരു ആത്മാർത്ഥമായ രീതിയിൽ കൊടുത്തെങ്കിൽ മാത്രമേ അത് ഇരട്ടിക്കുള്ളൂ എന്നുള്ള സത്യം ഇത്തരത്തിലുള്ള മുതലാളിമാരും മനസ്സിലാക്കുന്നത് വേറൊരു കാര്യം. അപ്പൊ നമ്മൾ ചെന്ന് പെടുന്നിടമെല്ലാം, പാതി ചെല്ലുന്നിടമെല്ലാം പാതാളം എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് നമ്മൾ ചെന്ന് പെടുകയാണ്. അപ്പൊ ഇത് എന്റെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ അനുഭവിച്ച ഒരാളാണ്. ഇപ്പൊ മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ കാര്യം ഇങ്ങനെ ഒരുപാട് വിശകലനം ചെയ്യുന്ന സമയത്ത് അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ പ്രായമായി അവരുടെ മക്കള് പരമ്പര ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരികയും വളരെ മോശമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പം ഈ തിരിച്ചടികൾ നമ്മൾ ഏറ്റുവാങ്ങുമ്പോൾ, പക്ഷെ ഇതിന്റെ ഇപ്പുറത്തെ ഒരു സൈഡിൽ നമ്മൾ അനുഭവിക്കാനുള്ളതിന്റെ എല്ലാം അനുഭവിച്ചതിന് ശേഷം മറ്റൊരാളെ തിരിച്ചടി ഏറ്റുവാങ്ങുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് അനുഭവസ്ഥർക്ക് അവര് പറയും. ഇപ്പൊ ഞാനാണെങ്കിലും ഒരു ഹീലിംഗ് എടുത്ത സമയത്ത് ആ വ്യക്തിയുടെ ഹീലിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ വ്യക്തി നശിച്ചു പോണം, പരമ്പര അന്യം നിന്ന് പോകണം എന്നുള്ള രീതിയിൽ നെഗറ്റീവ് ഫോഴ്സസ് ഉപയോഗിച്ച് ആ വ്യക്തിയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ വ്യക്തി അത്രത്തോളം തകരുകയും കല്യാണം ഒന്നും കഴിക്കാതെ, അവരുടെ കുടുംബത്തിൽ ആരും തന്നെ കല്യാണം കഴിച്ചിട്ടില്ല, അവരുടെ കുടുംബം ഒരുപാട് തകർന്ന്, സാമ്പത്തികമായിട്ട് ഒരുപാട് തകർന്ന ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദുഃഖങ്ങൾ കൂടുന്തോറും നമ്മൾ ഈശ്വരനെ വിധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈശ്വരൻ അല്ലെങ്കിൽ ആ യൂണിവേഴ്സ് നമ്മളെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യും. ആ കണക്ട് ചെയ്യുന്ന നിമിഷം മുതൽ ചെയ്ത ആൾക്കാർക്കുള്ള തിരിച്ചടി ലഭിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് ഞാൻ അനുഭവിച്ചതൊക്കെ എന്നെ തകർക്കാൻ ചെയ്ത ആള് അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ട്. തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് അറിവുള്ള ഒരുപാട് പേരും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ ഇന്ന് ഏറി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്റെ മകനേക്കാൾ മികച്ച മാർക്ക്
മറ്റേ കുട്ടി വാങ്ങരുതെന്ന് കരുതി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഡാൻസ്, കലാതിലകം അങ്ങനെയുള്ള കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ മകൾക്ക് അല്ലെങ്കിൽ എന്റെ മകന് വേണം ഫസ്റ്റ് പ്രൈസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾ നന്മയ്ക്ക് ചെയ്യാൻ പോയാലും നിങ്ങൾ തിന്മയ്ക്ക് ചെയ്യാൻ പോയാലും ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അത് ഏത് രീതിയിലാണ് നിങ്ങളെ ബാധിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. കാരണം എന്താ പറയുക, അത് ചെയ്യുന്ന ആൾക്ക് പോലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കാര്യം ചെയ്യുന്ന മീൻസ് ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ ജപിച്ച് കഴിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കോ കൂട്ടുകാരത്തേക്കോ നമ്മൾ മോശമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പേന സമ്മാനമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വാച്ച് സമ്മാനമായിട്ട് കൊടുക്കുക, ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കാം കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് നന്മയ്ക്ക് ചെയ്താലും അത് തിന്മയ്ക്ക് ചെയ്താലും അത് ഏത് രീതിയിലാണ് അതിന്റെ എനർജി നമ്മളിലേക്ക് ഫോം ആയി വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഓരോ മനുഷ്യനും ഓരോ രീതിയിലുള്ള സോളുകളാണ്. നിങ്ങളുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന സോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു എനർജിയുടെ അടുത്തോട്ട് വേറൊരു എനർജിയെ നിങ്ങൾ ആവാഹിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എനർജിയെ വെൽക്കം ചെയ്ത് നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് ഒരു കാരണവശാലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നല്ലതിന് ചെയ്താലും തിന്മയ്ക്ക് ചെയ്താലും വലിയ നാശത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് പലരും ഹീലിംഗ് സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് ചോദിക്കുന്ന സമയത്ത് ഞാൻ എന്റെ കൂട്ടുകാരനോ കൂട്ടുകാരത്തേക്ക് ഒരു പേന പ്രസന്റ് ആയിട്ട് ചെയ്തിരുന്നു. ആ പേന മേടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ കൈ ഒടിഞ്ഞു, പരീക്ഷ എഴുതാൻ പറ്റിയില്ല. ഞാനത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ താൽക്കാലികമായുള്ള വിജയത്തിന് വേണ്ടിയിട്ട് വൻ വിപത്തിനെയാണ് പൈസ കൊടുത്ത് ക്ഷണിച്ചു കൊണ്ടുവന്ന് ജീവിതത്തിലേക്ക് വെച്ചിരിക്കുന്നത്. അതിനെ എങ്ങനെ മാറ്റണം? ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അത് തിരിച്ചറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക. ഈശ്വരനെ പോലും നിങ്ങളുടെ ഉള്ളിലുള്ള സോലിനെ തിരിച്ചറിഞ്ഞതിന് ശേഷം വിളിക്കണമെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ആത്മാവാണ് അല്ലെ ഈശ്വരൻ, ദേഹമാണ് ദേവാലയം, ശ്വാസമാണ് ഗുരു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും വെറും മനുഷ്യ ശരീരം എന്ന് കരുതുന്ന നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നു. അപ്പൊ ഇനി മുതൽ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ആർക്കെങ്കിലും നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിയട്ടെ ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഓരോ ഹീലിംഗ് എടുക്കുന്ന സമയത്തും എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഓരോ രീതിയിലാണ്. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോവുകയാണ്. പോകാന്ന് പറഞ്ഞാൽ ഞാൻ അത്ര വലിയ ഒരാളല്ല. പക്ഷെ ഞാൻ ഹീലിംഗിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പൊതുജനങ്ങളുടെ ഇടയിൽ ഹീലിംഗ് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് മറ്റേ ഞാൻ കുടുംബങ്ങളിലുള്ള അല്ലെങ്കിൽ എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ആൾക്കാർക്കാണ് ഞാൻ ഹീലിംഗ് കൊടുത്തോണ്ടത്. അപ്പൊ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് അവരെ കുറിച്ച് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ പുറത്തുനിന്ന് ഒരാൾക്ക് ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന സത്യങ്ങൾ എന്നെ ഞെട്ടിച്ചു കളയുകയാണ്. ഇങ്ങനെയൊക്കെ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുടെ പുറകെ ആൾക്കാർ പോകുന്നുണ്ടോ എന്നുള്ള ചിന്തയിലേക്ക് മൈൻഡിനെ കൊണ്ടുവന്ന് നിർത്തേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന്റെ റിയാക്ഷൻസ് എത്തരത്തിലാണ് നമ്മളിലേക്ക് വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ്. കാരണം ആത്യന്തികമായിട്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ ശരീരത്തിന്റെ ഉടമ നിങ്ങളല്ല. ആ ആള് വേറെയാണ്. ആ ശക്തിയാണ് ശ്രീകോവിലിനുള്ളിരിക്കുന്ന ശക്തിയും ഈ പ്രപഞ്ചത്തിൽ മൊത്തം രക്ഷിക്കുന്ന യൂണിവേഴ്സ് എന്ന ശക്തിയിൽ അടങ്ങിയിരിക്കുന്നതും. നമ്മൾ ഏത് ആരാധന ആലയത്തിൽ പോയാലും അത്രത്തോളം തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ശക്തിയാണ് നമ്മുടെ ഈ രൂപം അല്ലെങ്കിൽ ഈ രൂപത്തിനകത്ത് ജീവനായിട്ട് നിലകൊള്ളുന്ന നമ്മുടെ സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക. ഇത്രത്തോളം ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇന്നലെ നൈറ്റ് ഞാൻ ചെയ്തൊരു ഹീലിംഗിന്റെ ബാക്കിയായിട്ടാണ്. കാരണം എനിക്കത് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ അത് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്രത്തോളം വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴെങ്കിലും വരികയാണ്. ഇനിയും ഒരു പഞ്ചസാര ജപിച്ചു കൊണ്ടുവന്ന് കൊടുത്തു, നല്ലതാണ്. പഞ്ചസാര ജപിച്ച് ഞാൻ എന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്, എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷെ അത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താണ്, ഇതുപോലും നമ്മളെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സത്യം. അപ്പൊ ഇത്തരത്തിലുള്ള സത്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിയുക. നന്മയുള്ള ചിന്തകളുള്ള വ്യക്തിത്വങ്ങളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറുക. സഹജീവിയെ സ്നേഹിക്കുക, ബഹുമാനിക്കുക. കാരണം നിങ്ങളിലുള്ള മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഹീൽ ചെയ്തെടുക്കാൻ സാധിക്കും. ചില ആൾക്കാരോടൊക്കെ ഞാൻ ഹീലിംഗ് സമയത്ത് നിങ്ങൾ
പോസിറ്റീവായിട്ട് ഇരിക്കണം. നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളൊക്കെ ഹീൽ ചെയ്ത് മാറ്റപ്പെട്ടു. നിങ്ങൾ ഇനി മുതൽ പോസിറ്റീവായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞാലും വീണ്ടും 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 ദുഃഖങ്ങൾ പറഞ്ഞ് പോയ കാലത്തെ ദുഃഖങ്ങൾ, കിട്ടാതെ പോയ സൗഭാഗ്യങ്ങൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരെ ഒരു 4-5 പ്രാവശ്യമൊക്കെ ഞാൻ ഒരു കൗൺസിലിംഗ് എന്ന രീതിയിലൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു പോയി, പ്രസന്റ് ജീവിക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള സോളിനെ തിരിച്ചറിയുക എന്ന് പറയുന്ന സമയത്തും വീണ്ടും വീണ്ടും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. സത്യം പറയാമല്ലോ, എന്റെ പരിശ്രമത്തിന്റെ അപ്പുറത്തേക്ക് അവരുടെ മൈൻഡിനെ എനിക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ പിന്നീട് അത് അറ്റൻഡ് ചെയ്യാൻ പോകത്തില്ല. ഞാൻ മറുപടികൾ കൊടുക്കാൻ പോകില്ല. കാരണം കംപ്ലീറ്റ് നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ മാക്സിമം മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അസൂയപ്പെടാതെ എന്ന് പറഞ്ഞു കൊടുത്ത് അവനവന്റെ ജീവിതത്തിൽ കോൺസെൻട്രേറ്റ് ഫോക്കസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടും അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ അവരെ പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് കയറി ഇടപെടാനോ അവരെ ആവശ്യമില്ലാതെ അവരോട് കമ്മ്യൂണിക്കേഷൻ വെക്കാനോ പോകത്തില്ല. കാരണം അവരോട് കമ്മ്യൂണിക്കേഷൻ വെക്കുന്ന ഓരോ മൊമെന്റും എനിക്ക് ബോഡി പെയിൻ ഫീൽ ചെയ്യും. അവരോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അവരുടെ നെഗറ്റിവിറ്റിയിൽ എന്റെ ബോഡി പെയിൻ എനിക്ക് ഫീൽ ചെയ്തു തുടങ്ങും. അപ്പൊ അത്തരത്തിൽ എന്നോട് ഈ അടുത്തിടയ്ക്ക് എന്റെ ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങിപ്പോയ ഒരാളുണ്ട്. കാരണം മാക്സിമം ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ സോൾ ഇരിക്കുന്നത്, നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങൾ അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കൂ, സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും അത് മനസ്സിലാക്കാതെ പോയ ആൾക്കാര് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ എന്നോട് വിരോധം കാണിക്കരുത്. കാരണം നിങ്ങളെ മാക്സിമം പോസിറ്റീവ് ആക്കാൻ ഞാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുക, ആ ശക്തിക്കൊപ്പം മുന്നോട്ട് പോവുക. താൽക്കാലികമായ പരാജയങ്ങളിൽ നിന്ന് വലിയ വിജയങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അടുത്ത തവണ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മൂല്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു ടെക്നിക്ക് വേണ്ട അടുത്തൊരു വീഡിയോ ചെയ്യും. ഈ രണ്ടും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. സോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ 2 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഫീമെയിൽസ് ഉള്ളി ജെന്റ്സ് ഉള്ളി. ശനിയാഴ്ചയും ഞായറാഴ്ചയും നൈറ്റ് 8 to 9 അതിനകത്ത് ലോ ഓഫ് അട്രാക്ഷന്റെ ഫ്രീ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്റെ ഹീലിംഗിന്റെ നമ്പർ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. സോ മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഓൾ.